ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങളിപ്പോ ആക്ച്വലി എവിടേക്ക് പോണേ? കവര് കാണാൻ പോണ്. കവരുണ്ടോന്ന് അറിയത്തില്ല. സോ കവരില്ലെങ്കിൽ നമ്മൾ നേരെ എയർപോർട്ട് റോഡ് പോവും. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. സ്പീക്കർ ഒക്കെ ഉണ്ട്. സ്പീക്കർ ഞാനും ഇമ്രാനും ആണ് പോണത്. പിന്നെ അവിടെ 2 ആൾക്കാരുണ്ട്. അവരെ കാണിക്കണ്ടെന്ന് പറഞ്ഞു, കാരണം ചാടി പോകുന്നതാണ്. അത് കാരണം അവരെ കാണിക്കത്തില്ല. സോ നമ്മൾ 4 പേരാണ് പോകുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈം കൊച്ചിയിലൊരു നൈറ്റ് പുറത്ത് പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വ്ളോഗിലൂടെ കാണിക്കാം അല്ലേ ഇമ്രാനെ? അപ്പൊ ഞങ്ങൾ കവര് കാണാൻ പോകുന്ന പകുതിയായി. അപ്പൊ എവിടെ എത്തി? കലൂരല്ലേ? കലൂരെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ റൂട്ട് അറിയത്തില്ല. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരുണ്ട്. അവർ 2 പേരെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ട് കാണിക്കാത്ത. അപ്പൊ നമ്മളിപ്പോ തോപ്പുംപടി എത്തിയിട്ടുണ്ട്. തോപ്പുംപടി ഞാൻ തോപ്പുംപടിയിലോട്ട് അത്യാവശ്യം ഒരു 4-5ാമത്തെ വട്ടം വരുന്നത്. ഇവിടെ ഒരു സ്റ്റാർബക്സിന്റെ അടുത്തൊരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളൊരു ഷോപ്പാണ് ഗൈസ്. ഞാൻ കൊച്ചിയിലുള്ള ടൈമിലൊക്കെ ഈ സ്റ്റുഡിയോ എന്നായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. തോപ്പുംപടി സെൻട്രലാണ്. അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ. ഗൈസ് വഴിതെറ്റി. ഏതോ പട്ടിക്കാടാണ് ഗൈസ്. വഴി തെറ്റി. ഗൂഗിൾ മാപ്പ് പണി തന്നതാണോ അതോ ഞങ്ങൾ സ്വയം പോയി എവിടെ എത്തിയതാണോ എന്ന് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ. കൺഫ്യൂഷനിലാണ്. ഫൈനലി നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം വഴി തെറ്റിയെങ്കിലും പിന്നെ നമ്മൾ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് എത്തിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ മനസ്സിലായി ഇവിടെ തന്നെയാണ് സ്ഥലം എന്ന്. നല്ലപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ നേരത്തൊക്കെ ഇവിടെ. അങ്ങനെ നമ്മൾ കുമ്പളങ്ങിയിലെത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്. അങ്ങനെ കവര് കാണാൻ ഇമ്രാനൊക്കെ ഉണ്ട്. കവരുണ്ട്. കവര് ഫസ്റ്റ് ടൈം. ഹായ് ഗായ്സ്. നമ്മൾ കവര് കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നീയോ? നമ്മളങ്ങനെ കവര് കണ്ടു. പിന്നെ ഇനി എവിടേക്കാ നെക്സ്റ്റ്? ഫോർട്ട് കൊച്ചി പോവാണ്. ഇമ്രാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോണൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളാരും ഒന്നും കഴിക്കാണ്ടാട്ടോ ഇറങ്ങിയത്. കവര് കാണാൻ പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് പിന്നെയും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എന്നാൽ പിന്നെ കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണ തിരക്കിലാണ് ഇപ്പോൾ. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്താ കഴിക്കുന്നേ? ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഈ നിധി കാത്തിരിക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് വിശപ്പ് അടക്കി പിടിച്ചിരിക്കണ ഇരിപ്പാണ് എല്ലാവരും. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. ഞാൻ എപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് മാറിപ്പോയി പുറത്ത് പോയി പൊറോട്ട കഴിച്ചാൽ എനിക്ക് അങ്ങനെ പറ്റാറില്ല കേട്ടോ. തണുത്തിട്ട് ഒരു രസമില്ലാത്ത പൊറോട്ട ആയിരിക്കും വരില്ല. അതുകൊണ്ട് ചേഞ്ചിന് ഞാൻ ഇപ്രാവശ്യം പത്തിരിയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി. ഇവർക്ക് കിട്ടിയ നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പൊറോട്ട. എനിക്കാണെങ്കിൽ നല്ല തണുത്തിട്ട് ഉണങ്ങി രാവിലത്തെ പത്തിരി അതുകൊണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ 65 ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരുടെ വിശപ്പും മാറി നമ്മൾ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ വെളിയിൽ ഇങ്ങനെ പട്ടി കിടപ്പുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ കൊച്ചി എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ കുറേ ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ആഫ്റ്റർ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ നമ്മൾ വഴി തെറ്റി. രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റി. ഞങ്ങൾ എവിടെയോ എത്തി, അവരെവിടെയോ എത്തി. അപ്പം ഞങ്ങളൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇമ്രാൻ എനിക്കിത് പൂവൊക്കെ പൊട്ടിച്ചിരുന്നുണ്ട്. ഫ്ലവർ കിട്ടി ഞങ്ങൾ വഴി വന്ന വഴി തെറ്റിയില്ല, കറക്റ്റ് എത്തി. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് എന്തോ ആയിന്ന് വെച്ചാൽ 3G 3G വന്ന് നമ്മുടെ കൂടെ വന്നവന്മാര് വന്ന് ഗൈസ്. അതേ പോകുന്നു ഇവന്മാര് എവിടേക്ക് പോകുന്നു? സത്യം പറയാനാണെങ്കിൽ ഹീസ് എ സ്റ്റോറി ടെല്ലർ. പക്ഷെ സത്യത്തിൽ ഇപ്പം എന്താ പറയണമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയണില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചിരിക്കണ്ട്. നിങ്ങളും ചിരിക്കി. കൂട്ടിട്ട് ആ കനാലിന്റെ സൈഡിൽ ഒരു ഹമ്പ് കണ്ടില്ല, നേരെ വന്ന് ഒറ്റ ചാത്ത. ഇങ്ങനെ അതായത് ഇങ്ങനെ അവൻ വന്നു, ഞാൻ എന്റെ പുറകിൽ ഏതായിരുന്നു ഗൈസ്. ഞങ്ങൾ നിരാശപ്പെടുത്തി. ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ് ഗൈസ്. സോ ഞങ്ങൾ മൂഞ്ചി. ഇനി ഞങ്ങൾക്കൊരു വഴിയില്ല, ഇവിടെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് മൂഞ്ചി ഗൈസ്. ഇനി എന്ത് ചെയ്യും? മട്ടാഞ്ചേരി അവക്കാഡോ ഷേക്ക്, അംബേദ്കർ കൂൾ ബാർ. ഗൈസ് റൗണ്ട് അടിച്ച് കളിക്കാണ് ബൈക്കിൽ. ഇപ്പൊ എവിടേക്കാ പോണ്ടെന്ന് അറിയാണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഫോർട്ട് വെച്ച് സെന്ററിൽ നിന്നിട്ട് റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തെ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മുടെ അവക്കാഡോ ഷേക്ക് ക്യാൻസൽ ആയിട്ടോ. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി പോയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിൽ തന്നെ കുറേ നേരം അന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുവിധ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണെന്ന് അറിയാതെ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇതെവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. ബട്ട് എവിടെ എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ഇപ്പം സമയം 5:30 ആയിട്ടോ, 5:30 ആവാറായി. അപ്പം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഉറക്കൊക്കെ വന്നിട്ട് എല്ലാവരുടെ കണ്ണൊക്കെ ഡാർക്ക് സർക്കിൾസ് അടിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ചായ ഓർഡർ ചെയ്തു. അപ്പം ഞാനിവിടെ ഈ ചായ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്കുള്ള ചായ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുടിക്കാൻ പോവാം. അപ്പം ഉണ്ട് അപ്പുറത്തിരിക്കണ അമ്മമാർ പറയാം, നീ ഭയങ്കര സെൽഫിഷ് ആണ്, ഒറ്റയ്ക്ക് നിനക്ക് ചായ എടുത്ത് കുടിക്കുന്നത്, ഞങ്ങൾക്കൊന്നും എടുത്തെന്നില്ല. സീരിയസ്ലി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴേക്ക് എന്നെ സെൽഫിഷ് ആക്കി. ബട്ട് ഞാനും അപ്പം ഇമ്രാനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ ഒരു ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വെളുത്തിട്ടോ. എന്നാൽ പിന്നെ ഒരു സൺറൈസ് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ വിട്ടു നമ്മൾ എയർപോർട്ട് റോഡിൽ. എയർപോർട്ട് റോഡ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും നൈറ്റ് ആട്ടോ സജസ്റ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്ത് വൈബ് അടിച്ചിരിക്കണമെങ്കിൽ എയർപോർട്ട് റോഡ് നൈറ്റ് പോകണം. നല്ല രസമാണ് കേട്ടോ അവിടെ പോയി രാത്രി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ ഗേൾസിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ രാത്രിക്ക് ഇതേപോലെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകണം, മിഡ് നൈറ്റിലൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞൊരു ബൈക്ക് റൈഡ് പോകണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ച് മെയിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇതേപോലെ പോവാം. എന്ന് വെച്ചാൽ എല്ലാ ചെക്കന്മാരുടെ കൂടെ ഇറങ്ങി പോകണം എന്നല്ല കേട്ടോ. നമുക്ക് അത്രയും ട്രസ്റ്റ് ആയിട്ട് നമ്മുടെ കുറച്ചൊരു ചെറിയൊരു പ്രൈവറ്റ് സർക്കിൾ ഉണ്ടാവില്ലേ, അവരുടെ കൂടെ പോവാം. എനിക്ക് ഇവരെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, അതേ സംതിങ് സ്പെഷ്യൽ. എനിക്ക് ഇവരൊരു ഫാമിലി പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇവരുടെ കൂടെ ഇത്രയും ധൈര്യമായിട്ട് നമ്മൾ ഇറങ്ങി പുറത്തിട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഹായ് ഗായ്സ്, അപ്പോൾ ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്നൊന്നുമല്ല, ഊരാ വയ്യാഞ്ഞിട്ടാ. പിന്നെ ഇപ്പം ആക്ച്വലി സമയം വന്നിട്ട് രാവിലെ ഒരു 6:30-7 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ നൈറ്റ് 10:30-ക്കാണ് നമ്മുടെ PG ന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ കൊച്ചി ഫുള്ള് കറങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലാണ്. നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ട് അവിടെ ലാൻഡ് ചെയ്യണതൊക്കെ കണ്ടു. ദെൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇനി തിരിച്ച് പി ജിയിലോട്ട് പോകണം. പിന്നെ ഇപ്പം എന്താ, ഇന്ന് ഞാൻ തിരിച്ച് പി ജിയിലോട്ട് പോയിട്ട് ഒന്ന് ഫ്രഷായി എൻ്റെ തിങ്സ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പം എൻ്റെ കൊച്ചി വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് പിന്നെയും കാണാം. നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. കാരണം ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് ഞാനിങ്ങനെ നൈറ്റൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നതും ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഉള്ള ടൈമിൽ, നമ്മൾ കൊച്ചിയിലുള്ള ടൈമിൽ എപ്പോഴും ഇതേപോലെ വീക്കെൻഡ്സിൽ, എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ പോകുമായിരുന്നു പുറത്ത്. ആഫ്റ്റർ ഞാൻ കോളേജ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല. സോ അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു, പിന്നെ കുറേ ചിരിച്ചു, കുറേ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് ഓൾ ഗുഡ്. ഐ റിയലി എൻജോയ്ഡ് ദ, എന്താ പറയുക, ഈ ഒരു പുറത്തിറങ്ങിയ ദിവസമല്ല, പുറത്തിറങ്ങിയ മൊമെൻറ്റ്സ് ഒക്കെ. സോ ഐ ഫീൽ ബെറ്റർ നൗ ആൻഡ് ഐ എം സോ ഹാപ്പി. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇപ്പുറത്തൂടെ ട്രെയിന് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി ഞാൻ ഇവിടുന്ന് പി ജിയിലോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലോട്ട് പോകും തിരിച്ച്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, കാരണം ഭയങ്കര സ്റ്റോറേജ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു 7-8 ആപ്സോളം ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം ഇതിനൊരു എൻഡ് വേണ്ടെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പി ജിയിൽ പോകണമെന്ന് കാണിക്കുന്നില്ല, ഇവിടെ വെച്ചത് എൻഡ് ചെയ്യാണ് ഈ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ.